ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ വനിതയായ ജൂങ്കോ താബെ ഏത് രാജ്യക്കാരിയാണ്? ജപ്പാൻ. ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ വനിത ജൂങ്കോ താബെ ഏത് രാജ്യക്കാരിയാണ്? ജപ്പാൻ. രാഷ്ട്രപതി അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതി അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. മഹാത്മാഗാന്ധി തൻ്റെ സത്യാഗ്രഹ സമരം ആരംഭിച്ചത് ഏത് സമരത്തോടെയാണ്? ചമ്പാരൻ സത്യാഗ്രഹം. മഹാത്മാഗാന്ധി തൻ്റെ സത്യാഗ്രഹ സമരം ആരംഭിച്ചത് ഏത് സമരത്തോടെയാണ്? ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് ഇളവ് നേടിയ കേരളത്തിലെ പ്രശസ്തനായ സ്വാതന്ത്ര്യ സമര സേനാനി KPR ഗോപാലൻ. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് ഇളവ് നേടിയ കേരളത്തിലെ പ്രശസ്തനായ സ്വാതന്ത്ര്യ സമര സേനാനി KPR ഗോപാലൻ. സതി സമ്പ്രദായത്തിനെതിരെ പോരാടിയ ഇന്ത്യയിലെ നവോത്ഥാന നായകനാര്? രാജാറാം മോഹൻ റോയ്. സതി സമ്പ്രദായത്തിനെതിരെ പോരാടിയ ഇന്ത്യയിലെ നവോത്ഥാന നായകനാര്? രാജാറാം മോഹൻ റോയ്. ഇരവികുളം നാഷണൽ പാർക്കിൽ കണ്ടുവരുന്ന അപൂർവ ഇനത്തിൽപ്പെട്ട വന്യജീവി ഏത്? വരയാട്. ഇരവികുളം നാഷണൽ പാർക്കിൽ കണ്ടുവരുന്ന അപൂർവ ഇനത്തിൽപ്പെട്ട വന്യജീവി ഏത്? വരയാട്. താജ്മഹൽ എന്ന ലോകപ്രശസ്ത സ്മാരക മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിന് രൂപകൽപ്പന ചെയ്ത ശില്പി ആരായിരുന്നു? ഉസ്താദ് ഈസ. താജ്മഹൽ എന്ന ലോകപ്രശസ്ത സ്മാരക മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിന് രൂപകൽപ്പന ചെയ്ത ശില്പി ആരായിരുന്നു? ഉസ്താദ് ഈസ. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലക്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇതാരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലക്. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിൽ ദ്രാവിഡ ഉത്കല ബംഗ എന്ന വരിയിൽ ഉത്കല എന്നത് ഏത് സംസ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഒഡീഷ. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിൽ ദ്രാവിഡ ഉത്കല ബംഗ എന്ന വരിയിൽ ഉത്കല എന്നത് ഏത് സംസ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഒഡീഷ. കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഒരു നദി? കബനി. കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഒരു നദി? കബനി. കേരളത്തിലെ ഏക പീഠഭൂമി ഏത് ജില്ലയിലാണ്? വയനാട്. കേരളത്തിലെ ഏക പീഠഭൂമി ഏത് ജില്ലയിലാണ്? വയനാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏത്? ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏത്? ഗുജറാത്ത്.